നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SCERT എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 9ാമത്തെ ചാപ്റ്ററാണ്. ബേസിക് സയൻസിൻ്റെയാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കോശങ്ങളും കോശജാലങ്ങളും. അപ്പോൾ നോക്കാം. ആദ്യം തന്നെ 2 ശാസ്ത്രജ്ഞരുടെ കുറിച്ചിട്ടാണ് പറയുന്നത്. 17ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണിത്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷണത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ. അവ ഒന്നല്ല 1000 എണ്ണം അറകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം സെല്ലുകൾ അഥവാ കോശങ്ങൾ എന്ന് വിളിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ആൻ്റൺ വാൻ ലീവൻഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ റോബർട്ട് ഹുക്കിൻ്റെ കാലം എന്ന് പറയുന്നത് 1635 മുതൽ 1703 ആയിരുന്നു. ലീവൻഹോക്കിൻ്റെ കാലഘട്ടം എത്രയാണ്? 1632 മുതൽ 1723. അപ്പോൾ 1665 ലളിതമായ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ കോർക്കിലെ കോശങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തിയാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. കോശത്തെ അറകൾ എന്ന അർത്ഥമെന്ന് സെല്ലുകൾ എന്ന് വിളിച്ചതും റോബർട്ട് ഹുക്കാണ്. ആൻ്റൺ വാൻ ലീവൻഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിലെ സഹായത്തോടെ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ കോശത്തെക്കുറിച്ചിട്ടുള്ള പഠനശാഖ ഏതാണ്? കോശവിജ്ഞാനീയം, സെൽ ബയോളജി എന്നാണ് പറയുന്നത്. ഇനി കോശവിജ്ഞാനത്തിൻ്റെ നാൾവഴികളാണ്. കോശവിജ്ഞാന മേഖലകളിൽ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞരിൽ ചിലരെ പരിചയപ്പെടാം. ആരൊക്കെയാണ്? ആദ്യത്തെ ആളാണ് മത്തിയാസ് ജേക്കബ് ശ്ലീഡൻ. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് 1838 അദ്ദേഹം കണ്ടെത്തി. അതാണ് മത്തിയാസ് ജേക്കബ് ശ്ലീഡൻ, അതായത് MJ ശ്ലീഡൻ. മത്തിയാസ് ജേക്കബ് ശ്ലീഡൻ അദ്ദേഹമാണ് 1838 എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഇനി 1839 ആയപ്പോഴേക്കും തിയോഡർ ഷാൻ എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അപ്പോൾ 1839 തിയോഡർ ഷാൻ എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഇനി 1855 റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചു. അപ്പോൾ 1855 റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചത്. 19ാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണ ഫലങ്ങളെല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് കോശസിദ്ധാന്തം. അപ്പോൾ കോശസിദ്ധാന്തം 19ാം നൂറ്റാണ്ടിലെ വിവിധ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണ ഫലങ്ങളെല്ലാം കൂടെ സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ്. ഇത് കോശവിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. അപ്പോൾ കോശസിദ്ധാന്തം അഥവാ സെൽ തിയറി എന്താണ്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആശയം തെളിയിക്കുന്ന പരീക്ഷണ പ്രവർത്തനങ്ങൾ ചർച്ചയിലൂടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അപ്പം റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. അത് 1831 അപ്പോൾ 1831 കോശകേന്ദ്രം കണ്ടെത്തുകയും അതിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തതും റോബർട്ട് ബ്രൗണാണ്. കോശസിദ്ധാന്തം ആരൊക്കെ കൂടെ? MJ ശ്ലീഡനും തിയോഡർ ഷാനും കൂടെ രൂപപ്പെടുത്തിയതാണ് കോശസിദ്ധാന്തം.
സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധതരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാമല്ലോ. സാധാരണ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്ന അതിലുള്ള ലെൻസുകളാണ്. മതിയായ പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഈ ദൂരമാണ് കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ചു കാണാൻ ലെൻസ് ആവശ്യമാണ്. ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 10 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാം. എന്നാൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാം. അപ്പോൾ കോമ്പൗണ്ട് ലെൻസിൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ പറ്റും. അതിൻ്റെ രണ്ടിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെയും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ ഒരു സ്ലൈഡ് നിരീക്ഷിക്കുന്ന പ്രവർത്തനം ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. ഈ ഭാഗം ഏതാണ്? ഇത് ഐപീസ് ആണ്. ഐപീസ് ആണ്. അടുത്തത് ബോഡി ട്യൂബാണ്. ബോഡി ട്യൂബ് എന്നാണ് ഇതിന് പറയുന്നത്. ബോഡി ട്യൂബ്. അടുത്ത എന്താണ്? ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. അടുത്ത ഈ ഭാഗമാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് എന്ന് പറയുന്നത്. ഇതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. ഇത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. ഇതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടെണ്ണം ഇതെന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസാണ്. ഇത് സ്റ്റേജ് ഡയഫ്രം ആണ് ഈ കൊടുത്തേക്കുന്നത്. സ്റ്റേജ് ഡയഫ്രം ആണ് ഇത്. ഇത് മിറർ. സ്റ്റേജും ഡയഫ്രവും ആണ് ഇത്. സ്റ്റേജ് ഡയഫ്രം. ഇതെന്താണ്? മിററാണ്. ഇത് ബേസാണ്. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ബേസ്. ഇനി എന്താണ്? ആവർത്തനശേഷി എന്ന വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് ആവർത്തനശേഷി എന്ന് പറയുന്നത്. അതിൻ്റെ ആവർത്തനശേഷി നിരീക്ഷണ വസ്തുവിനെ ഐപീസ് ലെൻസ് 10 ഇരട്ടി വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനശേഷി എന്ന് പറയുന്നത് 400x ആണ്. ഈ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളും ഓരോ ഭാഗവും അതിൻ്റെ ധർമ്മവും കണ്ടെത്താനെന്നാണ് പറയാമെന്നാണ്. ഐപീസ് ലെൻസ് എന്ന് വെച്ചാൽ കണ്ണിന് സമീപമുള്ള ലെൻസാണ്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നുള്ള പ്രതിബിംബത്തെ വീണ്ടും വലുതാക്കുന്നു. ഇനി ബോഡി ട്യൂബ് എന്താണ്? അടുത്ത ബോഡി ട്യൂബാണ്. ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐപീസ് ലെൻസിനെയും ബന്ധിപ്പിക്കുന്നു, പ്രകാശം കടത്തിവിടുന്നു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് എന്ന് വെച്ചാൽ നിരീക്ഷണ വസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് വെച്ചാൽ നിരീക്ഷണ വസ്തുവിന് സമീപമുള്ള ലെൻസാണ്. സാമ്പിളിൻ്റെ പ്രാഥമിക ആവർത്തനം നടത്തുന്നു. സ്റ്റേജ് എന്ന് പറയുന്നത് സ്ലൈഡ് വെക്കുന്ന സ്ഥലമാണ്. ഇനി ഡയഫ്രം എന്താണ്? ഡയഫ്രം എന്ന് വെച്ചാൽ നിരീക്ഷണ വസ്തുവിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. കണ്ടൻസർ ലെൻസ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ്
ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടകങ്ങൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിനു പകരം ഇലക്ട്രോൺ കിരണാവലിയാണ് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് എഴുതാനെന്നാണ് പറയുന്നത്. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്കയും മാക്സ് നോള് ചേർന്നാണ് 1934 ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്കയും മാക്സ് നോളുമാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനായി ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓരോന്നിൻ്റെയും മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പോൾ ഉള്ള ചുവന്ന രക്താണുവിൻ്റെ രൂപവും പിന്നെ COVID-19 വൈറസ് എങ്ങനെയാണ്, പൂമ്പൊടി എങ്ങനെയായിരിക്കുന്നു, ഇതായിരിക്കും ഇതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. വിവിധ മൈക്രോസ്കോപ്പുകളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്യാം. സവിശേഷത എന്താണ്? ആദ്യത്തെ പ്രകാശത്തിൻ്റെ ആവശ്യകത. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ആവശ്യമാണ് പ്രകാശം ആവശ്യമാണ്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ആവശ്യമില്ല. ഇലക്ട്രോൺ കിരണങ്ങൾ ഉപയോഗിച്ചാണ് നിരീക്ഷിക്കുന്നത്. ഇനി ആവർത്തന ശേഷി എന്താണ്? കുറവാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ആവർത്തന ശേഷി കുറവാണ്. വളരെയധികം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാകുമ്പോൾ വളരെയധികം സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാൻ പറ്റും ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ഇനി ലെൻസ് എന്ന് വെച്ചാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റേതിലാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസും ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും സാധാരണ മൈക്രോസ്കോപ്പിലും വിവിധ മൈക്രോസ്കോപ്പുകളിലൂടെ എത്ര വലിപ്പം വരെയുള്ള സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരിതാണ് കൊടുത്തേക്കുന്നത്. കോശങ്ങളെ നിരീക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. മൈക്രോസ്കോപ്പിൽ ദൃശ്യവും കൊടുത്തിട്ടുണ്ട്. ഇലയുടെ ഛേദത്തിൻ്റെ സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ ഉള്ള താരതമ്യം ചെയ്യുന്ന പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ഇലയിലെയും കാണ്ഡത്തിലെ വൈവിധ്യമാർന്ന കോശങ്ങളെ നിരീക്ഷിച്ചല്ലോ. കാഴ്ചയിൽ വൈവിധ്യമുണ്ടെങ്കിലും ഈ കോശങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഒരുപോലെയാണ്. അപ്പോൾ കോശങ്ങളെ നിരീക്ഷിക്കുമ്പോൾ എന്താണ് കോശഭിത്തി? ആദ്യത്തെ എന്താണ്? ഇതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവ നിർവഹിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ചും നൽകിയിരിക്കുന്ന വിവരണം അനുബന്ധ ചിത്രങ്ങൾ, ചിത്രീകരണം എന്നിവ വിശകലനം ചെയ്യാനെന്നാണ് പറയുന്നത്. അപ്പം ആദ്യമേ ഈ ഭാഗം എന്താണ്? കോശഭിത്തിയാണ് ആദ്യത്തേത്. കോശഭിത്തി അഥവാ സെൽ വാൾ ഇതാ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി എന്ന് പറയുന്നത്. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം.
ഇനി എന്താണ് കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം? കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മ സ്തരം വർണ്ണതാര്യ സ്തരം അഥവാ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്നറിയപ്പെടുന്നു. ഈ കോശസ്തരത്തിൻ്റെ ഘടന ചിത്രീകരിക്കുന്നതാണ്. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ തന്മാത്ര, ലിപ്പിഡ് ഇരട്ടപ്പാളി, പ്രോട്ടീൻ തന്മാത്ര എന്നും പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്താണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിൽ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ജീവദ്രവ്യം എന്ന് പറയുന്നു. ജീവദ്രവ്യം എന്താണ്? മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം. ഇനി കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്താണ്? കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ്. ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തിക്കുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി വർത്തിക്കുകയും ചെയ്യുന്നു. ഇനി കോശാംഗങ്ങൾ. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ. പ്രധാന കോശാംഗങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തെയാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മം. കോശത്തിലെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായി മാറുന്നു. മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്ന ഭാഗങ്ങളുമുണ്ട്. അപ്പം മർമ്മമാണ് നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്ന കോശത്തിലെ നിയന്ത്രണ കേന്ദ്രം. മർമ്മത്തിനുള്ളിൽ ദ്രാവകത്തിൽ വലക്കണ്ണുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായി മാറുന്നു. മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്ന ഭാഗമുണ്ട്. ഇനി ഗോൾഗി വസ്തുക്കൾ. ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. ഗോൾഗി വസ്തുക്കൾ എന്താണ്? ഒരു കോശത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. ഇനി അന്തർദ്രവ്യ ജാലിക. കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലകളായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകങ്ങളാണിവ. കോശത്തിനാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലകളായി കാണപ്പെടുന്നതാണ് പദാർത്ഥ സംവഹന പാതകളാണിവ. കോശത്തിനാവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി അടുത്ത മൈറ്റോകോൺട്രിയ. കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രമാണ്. ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇനി ജൈവകണങ്ങൾ. ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. വിവിധ തരം ജൈവകണങ്ങൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഏതൊക്കെയാണ്? ഹരിതകണങ്ങൾ അഥവാ ക്ലോറോപ്ലാസ്റ്റ്സ്. ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള ജൈവകണങ്ങളാണിവ. ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട്. ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അടുത്ത വർണ്ണകണങ്ങൾ അഥവാ ക്രോമോപ്ലാസ്റ്റ്സ്. പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവ കണങ്ങളാണിവ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളുണ്ട്. ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു. ഇനി ശ്വേതകണങ്ങൾ എന്താണ്? വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണിവ. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളാണ്. അപ്പോൾ വിവിധ തരം ജൈവകണങ്ങൾ ഏതൊക്കെയാണ്? ഹരിതകണങ്ങൾ, വർണ്ണകണങ്ങൾ, ശ്വേതകണങ്ങൾ. ഹരിതകണങ്ങൾ ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ്. ഇനി വർണ്ണകണങ്ങൾ എന്ന് വെച്ചാൽ പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്നത്. ഇതാണ് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് തുടങ്ങിയ നിറങ്ങൾ നൽകുന്നത് ഈ വർണ്ണങ്ങളാണ്. ഇനി ശ്വേതകണം എന്ന് പറയുമ്പം വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്നതാണ്.
അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളാണ്. ഇനി ഫേനം ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങൾ കാണപ്പെടുന്നു. ഇനി റൈബോസം എന്താണ്? കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യജാലികളോട് ചേർന്നോ കാണപ്പെടുന്നു. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു കോശഭാഗത്തിന്റെ മോഡൽ നിർമ്മിക്കും. അവയുടെ പ്രത്യേകതകളും നിർവഹിക്കുന്ന ധർമ്മങ്ങളും ഉൾപ്പെടുത്തി ചാർട്ടുകൾ തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. അടുത്തത് സസ്യകലകളാണ്. സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ കോശജാലം അഥവാ കലകൾ എന്ന് പറയുന്നു. ഇനി പാരൻകൈമ എന്താണ്? ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവയാണ്. കനം കുറഞ്ഞ കോശഭിത്തിയാണ്. കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുകളുണ്ട്. കോളൻകൈമ ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ്. സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടുതലായിരിക്കും. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് കോളൻകൈമയാണ്. അടുത്തത് സ്ക്ലീറൻകൈമ നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലയാണ്. കട്ടി കൂടിയ കോശഭിത്തിയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതായതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢവും താങ്ങും നൽകുന്നത് ഏതാണ്? സ്ക്ലീറൻകൈമയാണ്. കോളൻകൈമ എന്ന് വെച്ചാൽ ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തിയായിരിക്കും ഇവയ്ക്കുള്ളത്. ഇനി കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടുതൽ കാണും. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്തുന്നത് ഇതാണ്. പാരൻകൈമ എന്ന് പറയുന്നത് ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ്. കനം കുറഞ്ഞ കോശഭിത്തിയാണ്. കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ചില ഭാഗങ്ങളിൽ കോശങ്ങൾ വിഭജിക്കാനുള്ള കഴിവുണ്ട്. ഒരേ തരത്തിലുള്ള കോശങ്ങളിൽ നിർമ്മിതമായ കലകൾ ലളിത കലകൾ അഥവാ സിമ്പിൾ ടിഷ്യൂസ് എന്നറിയപ്പെടുന്നു. ഈ പിക്ചർ നോക്കിക്കേ. ഇതിൽ സൈലം, ഫ്ലോയം. വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയും. അതിനാൽ ഇവയെ സങ്കീർണ കലകൾ എന്നാണ് വിളിക്കുന്നത്. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ആരാണ്? ഫ്ലോയമാണ്. അപ്പോൾ ഇലകളിലേക്കുള്ള ജലം, ലവണം എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയും ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. ഇവയിൽ നിന്ന് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്, സങ്കീർണ കലകളാണ്. ഇനി സസ്യകലകളും സവിശേഷതകളും ധർമ്മവും നോക്കാം. ഈ കൊടുത്തേക്കുന്നത് തന്നെ അത് ചുരുക്കി എഴുതിയേക്കുവാണ്. പാരൻകൈമ കനം കുറഞ്ഞ കോശഭിത്തിയുള്ള സജീവ കോശങ്ങളാണ്. ചില കോശങ്ങൾക്ക് വിഭജന ശേഷിയുണ്ട്. ധർമ്മം എന്താണ്? ആഹാര സംഭരണ, പ്രകാശ സംശ്ലേഷണം. ഈ കോളൻകൈമയാണ് ജീവനുള്ള കോശങ്ങളാണ്. സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ കട്ടി കൂടുതലായിരിക്കും. ധർമ്മം എന്താണ്? സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ കോളൻകൈമയാണ് സഹായിക്കുന്നത്. സ്ക്ലീറൻകൈമയുടെ കാര്യത്തിലാണെങ്കിൽ നിർജീവ കോശങ്ങൾ അടങ്ങിയ സസ്യകലയാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ കോശഭിത്തിയുള്ള കോശങ്ങളാണ്. അപ്പോൾ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും ഇതുമൂലം നൽകുന്നു. ഇനി സൈലം എന്താണ്? വ്യത്യസ്ത ആകൃതിയിലും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. വേരുകളിൽ നിന്ന് ഇലകളിലേക്ക് ജലവും ലവണങ്ങളും സംവഹനം ചെയ്യുന്ന ആരാണ്? സൈലമാണ്. ഇനി ഫ്ലോയമാണെങ്കിൽ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഇലകളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് ആഹാരം സംവഹനം ചെയ്യുന്നു. ഇലകളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക്. ഇനി മെരിസ്റ്റമിക കല എന്താണ്? നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമിക കലകൾ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമിക കലകളാണ്. ഇനി ഇതിൻ്റെയും കോശങ്ങളുടെ സവിശേഷത പട്ടികപ്പെടുത്താനെന്നാണ് പറയുന്നത്. നിറയെ കോശദ്രവ്യം, വലിയ മർമ്മം, നേരിയ കോശഭിത്തി.
നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. പിന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമിക കോശങ്ങളാണ്. കോശവിഭജനം സാധ്യമാണ്. മെരിസ്റ്റമിക കാല പ്രത്യേകത എന്തൊക്കെയാണ്? ചെറിയ കോശങ്ങൾ, നേരിയ കോശഭിത്തി, പിന്നെ നിറയെ കോശദ്രവ്യം, വലിയ ന്യൂക്ലിയസ്. ഇനി വേരിൻ്റെയും കാണ്ഡത്തിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നത്. വശങ്ങളിൽ കാണപ്പെടുന്നവയെ പാർശ്വമെരിസ്റ്റം എന്ന് വിളിക്കുന്നു. ഏകബീജപത്ര സസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പാർവാന്തര മെരിസ്റ്റം അഥവാ ഇന്റർകലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം പിക്ചർ കൊടുത്തിട്ടുണ്ട്. കാണ്ഡത്തിൻ്റെ അഗ്രവും വേരിൻ്റെ അഗ്രവും. മുള പോലുള്ള സസ്യങ്ങളിൽ കാണ്ഡം വണ്ണം വയ്ക്കില്ല. കാരണം എന്താണ്? പാർശ്വമെരിസ്റ്റമാണ് കാണ്ഡത്തിൻ്റെ വണ്ണം വർദ്ധിപ്പിക്കുന്നത്. മുള പോലുള്ള ഏകബീജ പത്രസസ്യങ്ങളിൽ പാർശ്വമെരിസ്റ്റം കാര്യമായി ഇല്ലാത്തതിനാൽ അവയുടെ കാണ്ഡം സാധാരണയായി വണ്ണം വയ്ക്കാത്തത്. ഇനി സ്ഥിരകലകൾ. വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളാണ് സ്ഥിരകലകൾ എന്ന് പറയുന്നത്. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ സസ്യകലകളെ ഈ കൊടുത്തേക്കുന്നത് തന്നെ ഒരു ഫ്ലോ ചാർട്ട് ആക്കിയേക്കുക. സസ്യകലകളെ മെരിസ്റ്റമിക കലകളെന്നും സ്ഥിരകലകളെന്നും പറയുന്നു. അപ്പോൾ മെരിസ്റ്റമിക കലകളെയാണ് അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവ്വാന്തര മെരിസ്റ്റം എന്നങ്ങനെ തിരിക്കുന്നുണ്ട്. സ്ഥിരകലകളെയാണെങ്കിൽ ലളിതകലയെന്നും സങ്കീർണ കലയെന്നും വേർതിരിച്ചു. അതിനകത്ത് ലളിതകല വരുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. മറ്റേ സങ്കീർണ കലകളിൽ പെടുന്നതായിരുന്നു സൈലവും ഫ്ലോയവും. ഇനി അടുത്ത് വരുന്നത് ജന്തുകോശമാണ്. ജന്തുകോശം എന്താണ്? ശരീരം വിവിധ ഇനം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണല്ലോ. അതെ, അപ്പോൾ അതിൻ്റെ ഓരോന്നും വിശദമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ജന്തുകലകളിൽ ഈ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള ഡിഫറൻസും ധർമ്മവും ഒക്കെയാണ് ഒരു പട്ടിക കൊടുത്തേക്കുന്നത്. അത് ജന്തുകലകൾ, വിവിധ തരം ജന്തുകലകളെ പറ്റി തന്നിരിക്കുന്ന വിവരണങ്ങൾ നോക്കാനെന്നെ. ആവരണകല എന്ന് പറയുമ്പം ആവരണകല ആദ്യത്തെ ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ആവരണകല എന്ന് പറയുന്നത്. വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത സംയോജക കലയാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുന്ന സംയോജക കലയാണ്. വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അസ്ഥി, രക്തം, നാരുകല എന്നിവ സംയോജക കലകളാണ്. അസ്ഥിയും രക്തവും പിന്നെ നാരുകല എന്നിവ എന്ത് കലയാണ്? സംയോജക കലയാണ്. ഇനി പേശികല എന്താണ്? ശരീര ചലനത്തെ സഹായിക്കുന്നു. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. അടുത്ത നാഡീകല സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലകളാണ്. അപ്പോൾ ആവരണകല, ജന്തുകലകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആണ്? ആവരണകല, സംയോജകകല, പേശികല, നാഡീകല. ഇനി അടുത്ത വിത്തുകോശങ്ങൾ. വിത്തുകോശങ്ങളിൽ ആദ്യം കൊടുത്തിരിക്കുന്ന നാഡീകോശം, പിന്നെ രക്തകോശം, ആവരണകോശം, പേശീകോശം. പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളാൽ വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വിഭജിക്കാൻ കഴിയുന്ന കോശങ്ങൾ, ശരീരത്തിലെ സവിശേഷ കോശങ്ങളെയാണ് വിത്തുകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ അവയെ ശരീരത്തിലെ മാസ്റ്റർ കോശങ്ങൾ എന്നാണ് ഈ വിത്തുകോശത്തെ പറയുന്നത്. ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്തുകോശങ്ങൾ സഹായിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്തുകോശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമാണ് ഉള്ളത്. പല ആകൃതിയിലും വലിപ്പത്തിലും
എത്ര ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ജീവജാലങ്ങളിൽ ഒട്ടേറെ സാമ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്നുള്ളതാണ്. ജീവജാലങ്ങളിലെ ഈ പൊതു സവിശേഷതകൾ നമ്മെ നയിക്കുന്നത് ജീവൻ്റെ അടിസ്ഥാനം ഒന്നാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിനകത്ത് സസ്യകോശങ്ങളെയും ജന്തുകോശങ്ങളെയും കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. കോശം ആരാണ് കണ്ടുപിടിച്ചത് ആദ്യമേ, പിന്നെ മൈക്രോസ്കോപ്പ്, പലതരം മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ കോശവിജ്ഞാനീയത്തിൻ്റെ നാൾവഴികൾ 1838 MJ സ്ലീഡനാണ് എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് 1839 തിയോഡർ ഷ്വാൻ എന്ത് പറഞ്ഞു, എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. അടുത്ത 1855 റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിക്കുകയുണ്ടായി. അടുത്ത കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞ 3 പോയിന്റ് പഠിച്ചായിരുന്നു. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഇതൊക്കെ പറഞ്ഞു. പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ, ഇലക്ട്രിക്കൽ മൈക്രോസ്കോപ്പിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയവരാരൊക്കെയാണ്? ഏണസ്റ്റ് റസ്കയും മാക്സ് നോള്. പിന്നെ കോശങ്ങളിലെ, അതായത് സസ്യകോശങ്ങളിലെ വിവിധ ഭാഗങ്ങൾ, കോശഭിത്തി, കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം, പിന്നെ കോശദ്രവ്യം, ജീവദ്രവ്യം എന്താണെന്നും, കോശാംഗങ്ങൾ, മർമ്മം, ഗോൾഗി വസ്തുക്കൾ, അന്തർദ്രവ്യജാലിക, മൈറ്റോകോൺട്രിയ, പിന്നെ ജൈവകണങ്ങൾ എത്ര രീതിയിലുണ്ട്? 3 എണ്ണമുണ്ട്. ഹരിതകണങ്ങളെന്നും വർണ്ണകണങ്ങളെന്നും ശ്വേതകണങ്ങളെന്നും. ഹരിതകണങ്ങൾ എന്ന് പറയുമ്പോൾ പച്ച നിറമുള്ളതായിരിക്കും, ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്നതാണ്. പിന്നെ വർണ്ണകണങ്ങൾ എന്ന് പറഞ്ഞാൽ പൂക്കൾക്കും പഴങ്ങൾക്കൊക്കെ നിറം നൽകുന്നത്. പിന്നെ ശ്വേതകണങ്ങൾ എന്ന് വെച്ചാൽ വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്നത് വെളുത്തതോ ഇല്ലാത്തതോ ആയ ജൈവകണങ്ങളാണ്. ഇവയാണ് അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നു. പിന്നെ ഫേനം, റൈബോസോം. സസ്യകലകളെ കുറിച്ചിട്ട് പറഞ്ഞ് അത് തന്നെ കോശജാലം, സമാനമായ കോശങ്ങളുള്ള സമൂഹത്തെ കോശജാലം അഥവാ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞു. കോശഭിത്തിയുടെ എല്ലാ ഭാഗവും ദൃഢതയും താങ്ങും നൽകുന്ന സ്ക്ലീറൻകൈമയാണ്. പിന്നെ സൈലോം ഫ്ലോയോം എന്ന് പറഞ്ഞു, അതിൻ്റെ സവിശേഷതകൾ പറഞ്ഞു. അടുത്ത മെരിസ്റ്റമിക കലകൾ, അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം. സസ്യകലകളെ മെരിസ്റ്റമിക കലയെന്നും സ്ഥിരകലയെന്നും പറയുന്നുണ്ട്. മെരിസ്റ്റമിക കലകളിൽ പെടുന്ന ഏതൊക്കെയായിരുന്നു? അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. പിന്നെ സ്ഥിരകലയെ ലളിതകലയെന്നും സങ്കീർണ കലയെന്നും, സ്ഥിരകലകളെ ലളിതകലയെന്നും സങ്കീർണ കലയെന്നും തിരിച്ചു. ലളിതകലയിൽ പെടുന്നതാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. സങ്കീർണ കലയിൽ വരുന്നതാണ് സൈലം, ഫ്ലോയം. ഇനി ജന്തുകോശത്തിൽ എന്തൊക്കെ പഠിച്ചു? മർമ്മ, ആവരണകല, സംയോജകകല, പേശീകല, കലകൾ. ജന്തുകലകളിലെ ആദ്യമേ പഠിച്ച് ആവരണകല, സംയോജകകല, പേശീകല, നാഡീകലയൊക്കെ. പിന്നെ വിത്തുകോശങ്ങൾ എന്താണെന്ന് പറഞ്ഞു. മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്ന ആരാണ്? വിത്തുകോശങ്ങളെയാണ്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും എന്നതിനാലാണ് ഇവയെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്രയൊക്കെയായിരുന്നു പഠിച്ചത്. താങ്ക് യു. നന്നായി നോക്കണേ.